മക്കളെ, ഇന്ന് നമുക്ക് ജബ് ഹം ധീരെ ചൽത്തേ ഹേ എന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. दिन में हम जहां से भी गुजरते लोग हमें शौका न्योता देते थे. പകൽ സമയങ്ങളിൽ ഞങ്ങൾ ഏതെല്ലാം പ്രദേശങ്ങളിലൂടെയാണോ കടന്നുപോയിക്കൊണ്ടിരുന്നത് അവിടെയുള്ള ആളുകൾ ഹമേം ഷോക്കാ ന്യോത്താ ദേത്തത്, ഞങ്ങളുടെ ഷോയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ ഷോ അവർ ക്ഷണിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ഷോയ്ക്ക് വേണ്ടിയിട്ട് അവർ ഞങ്ങളെ ക്ഷണിക്കുന്നുണ്ടായിരുന്നു. ദിൻ എന്ന് പറഞ്ഞാൽ പകൽ, ജഹാംസെ ഗുസർന കടന്നു പോവുക, ലോക് ജനങ്ങൾ, ഷോ പെർഫോം, न्योता क्षणम. एक महिला ने अपनी बालकनी पर आकर कहा कि वे चल नहीं सकती है. ഒരു സ്ത്രീ സ്വന്തം ബാൽക്കണിയിൽ വന്നു നിന്നുകൊണ്ട് പറഞ്ഞു അവർക്ക് നടക്കാൻ കഴിയുകയില്ല എന്ന്. ഏക് മഹിള ഒരു സ്ത്രീ, അപ്പനി ബാൽക്കണി പർ സ്വന്തം ബാൽക്കണിയിൽ, ആക്കർ വന്നിട്ട്, കഹാക്കി പറഞ്ഞു, വേ ചൽ നഹി സക്തി വേ അവർക്ക്, ചൽ നഹി സക്തി നടക്കാൻ കഴിയുകയില്ല. ഇസ്ലിയെ നഹീം ആ പായെങ്കി, ഇസ്ലിയെ ഇതുകൊണ്ട്, ഇക്കാരണത്താൽ, നഹീം ആ പായകി വരാൻ കഴിയുകയില്ല. ഒരു സ്ത്രീ വന്നിട്ട് പറയാണ് എനിക്ക് നടക്കാൻ കഴിയുകയില്ല, അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ പ്രോഗ്രാം കാണാൻ വരാൻ കഴിയുകയില്ല എന്ന് ആ സ്ത്രീ പറയുന്നു. യഹ് സുൻകർ മാത്യുനെ വഹീം ഗഡേ ഹോക്കർ ഉൻകെ ലിയെ പെർഫോം കിയ. ഇത് കേട്ട ഉടനെ മാത്യു എന്താണ് ചെയ്യുന്നത്? അവൻ അവിടെ നിന്നുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി പെർഫോം കാഴ്ചവെച്ചു. യഹ് സുൻകർ ഇത് കേട്ടപ്പോൾ മാത്യു വഹീം ഗഡേ ഹോക്കർ അവിടെ തന്നെ നിന്നുകൊണ്ട്, വഹീം ഗഡേ ഹോക്കർ അവിടെ തന്നെ നിന്നുകൊണ്ട്, ആ വീട്ടുമുറ്റത്ത് നിന്നുകൊണ്ട്, ഉനിക്കേലിയെ അവർക്ക് വേണ്ടി, പെർഫോം കിയ പെർഫോം ചെയ്തു. मैम जैतून के एक पेड़ के नीचे बड़े से कैनवास पर ചിത്ര ബനാ രഹാ താ. ലേഖകൻ ആ സമയത്ത് എന്ത് ചെയ്യുകയായിരുന്നു? മേം ജൈത്തൂൻ കെ ഏക് പേട് കെ നീച്ചെ, ഞാൻ ഒലീവ് മരത്തിൻ്റെ, ജൈത്തൂൻ പേട് പറഞ്ഞാൽ ഒലീവ് മരം, ഞാൻ ഒലീവ് മരത്തിൻ്റെ നീച്ചെ താഴെ, ബഡേസെ ക്യാൻവാസ് പർ വലിയ ഒരു ക്യാൻവാസിൽ ചിത്രം നിർമ്മിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ ജൈത്തൂൻ മരത്തിന് താഴെ, ഒലിവ് മരത്തിന് താഴെ ഇരുന്നു കൊണ്ട് വലിയൊരു ക്യാൻവാസിൽ ചിത്രം വരയ്ക്കുകയായിരുന്നു. സ്റ്റേജ് ബി വഹീം ദ, സ്റ്റേജും അവിടെ തന്നെയായിരുന്നു, ഒലിവ് മരത്തിൻ്റെ അവിടെ തന്നെയായിരുന്നു സ്റ്റേജ്. ജഹാ പെർഫോം ഹോ രഹേദ, എവിടെയാണോ പെർഫോമൻസ് നടക്കുന്നത് ആ സ്റ്റേജും ഈ മരത്തിന് താഴെ തന്നെയായിരുന്നു. അപ്നെ പസന്ദീദ പേട് കെ നീച്ചെ ബൈട്ട് മേ ബഡാ ഖുഷ് ദ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മരമായ പസന്ദീദ, വളരെയധികം ഇഷ്ടപ്പെട്ട, പസന്ദീദ വളരെയധികം ഇഷ്ടപ്പെട്ട, പേട് കെ നീച്ചെ മരത്തിന് താഴെ, ബൈട്ട് ഇരുന്ന്, ഞാൻ ബഡാ ഖുഷ് ദ ഞാൻ വളരെ സന്തോഷവാനായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒലിവ് മരത്തിൻ്റെ താഴെ ഇരിക്കുന്ന ഞാൻ വളരെയധികം സന്തോഷവാനായിരുന്നു. മുജെ ജൈത്തൂൻ കി പത്തിയോ ബഹുത്ത് സുന്ദർ ലഗ്തി ഹെ, എനിക്ക് ഈ ഒലിവ് മരത്തിൻ്റെ ഇലകൾ വളരെ മനോഹരമായിട്ട് തോന്നാൻ തുടങ്ങി. मैंने उस शहर के चर्चों के उल्टा बनाया, ഞാൻ ആ ഷഹറിലുള്ള, ആ പട്ടണത്തിലുള്ള പള്ളികൾ, ചർച്ച് പറഞ്ഞ പള്ളി, പള്ളികൾ, ഉൽട്ടാ ബനായ തല കീഴായി നിർമ്മിച്ചു, തല കീഴായി ഞാൻ ആ പള്ളികളെ വരയ്ക്കാൻ തുടങ്ങി. അപ്പനെ പെൻകി തര, സ്വന്തം പേന പോലെ, എൻ്റെ പേന പോലെ ഞാൻ ആ പള്ളി വരയ്ക്കാൻ തുടങ്ങി. കണ്ട പേന പോലെ വരച്ച് വെച്ചത് കണ്ട നിങ്ങൾക്ക് ചിത്രമായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. പേന പോലെ ഞാൻ ആ പള്ളികൾ വരച്ചു. मैं यह बना ही रहा था कि കത്രീന ഗാത്തേ ഗാത്തേ രോനെ ലഗി, ഞാൻ അത് നിർമ്മിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കത്രീന പാടി പാടി കരയാൻ തുടങ്ങി. ഉസി സമയ ജൈത്തൂൻ കെ കുച്ച് പത്തേ മേരി സ്കെച്ച് ബുക്ക് പർ ഗിരെ, ആ സമയത്ത് ജൈത്തൂൻ കെ കുച്ച് പത്തേ, ആ ഒലിവ് മരത്തിൻ്റെ കുറച്ച് ഇലകൾ, മേരി സ്കെച്ച് ബുക്ക് പർ ഗിരെ എൻ്റെ സ്കെച്ച് ബുക്കിലേക്ക് വീണു. മുജെ വോ ആംസൂക്കി തരലകെ, എനിക്കത് കണ്ണുനീര് പോലെ തോന്നി, ഇങ്ങനെ കണ്ണുനീര് ഇറ്റി വീഴുന്നത് പോലെ ഇലകൾ ഇങ്ങനെ എൻ്റെ ബുക്കിലേക്ക്, എൻ്റെ സ്കെച്ച് ബുക്കിലേക്ക് വീണു. ഹമാര പിച്ചല പെർഫോം അച്ചാ നഹി ഹുവാദ, ഞങ്ങളുടെ കഴിഞ്ഞ പെർഫോമൻസ് അത്ര നല്ലതായിരുന്നില്ല. അച്ചാ നഹി ഹുവാദ അത്ര നല്ലതായിരുന്നില്ല.
ഹം സബ് തനാവ് മേന്തി, ഞങ്ങളെല്ലാവരും ടെൻഷനിലായിരുന്നു. തനാവ് ടെൻഷൻ, ഞങ്ങളെല്ലാവരും ടെൻഷനിലായിരുന്നു. പക്ഷേ आज जैसे ही कुर्दिस्तान के अस्ती और ईरान के मेहंदी ने साथ बजाते हुए गाना शुरू किया तो सब मजे से उनके आस पास नाचने लगे. എന്നാൽ ഇന്ന് ആജ് ജയ്സെ ഹി കുർദിസ്ഥാൻ കെ അസ്ഥി, കുർദിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള അസ്ഥിയും അതുപോലെ തന്നെ ഇറാനിൽ നിന്ന് എത്തിയിട്ടുള്ള മെഹന്തിയും അവർ വാദ്യോപകരണങ്ങൾ മീട്ടിക്കൊണ്ട് ഗാനാശുരുക്കിയ ഗാനം ആലപിക്കാൻ തുടങ്ങി എങ്കിൽ സബ് മസേസെ ഉൻകെ പാസ് ആസ്പാസ് നാച്ചിനയിലേക്ക് എല്ലാവരും അവരുടെ ചുറ്റിലും നിന്ന് നൃത്തം ചെയ്യാൻ തുടങ്ങി. അചാനക് ലഗ ജൈസെ ഹം കിസി ധാഗേസെ ബന്ധേ ഹുയേ ഹേ, അചാനക് പെട്ടെന്ന് എങ്ങനെ തോന്നാൻ തുടങ്ങി, ജൈസെ ഹം കിസി ധാഗേസെ ഞങ്ങൾ ഏതെങ്കിലും ഒരു ചരട് കൊണ്ട് ബന്ധിക്കപ്പെട്ടതാണോ, ഞങ്ങളെല്ലാവരും ഒരു ചരടിൽ ബന്ധിക്കപ്പെട്ടവരാണ് എന്ന്. അചാനക് ലഗ ജൈസെ ഹം കിസി ധാഗേസെ ബന്ധേ ഹുയേ ഹേ, എന്താണ് തോന്നിയത്, ഞങ്ങൾ ഒരു ചരടിൽ ബന്ധിക്കപ്പെട്ടവരാണ് എന്ന് തോന്നാൻ തുടങ്ങി. അതായത് പല ദേശങ്ങളിൽ നിന്നും പല ഭാഷകളിലുമുള്ള ആളുകളാണ് എങ്കിലും പല രീതിയിലുള്ള കലാരൂപങ്ങളാണ് അവർക്കറിയുന്നത്. എന്നിരുന്നാലും അവരെല്ലാവരും ഒരേ മനസ്സോടുകൂടി ഒന്നിച്ചു ചേർന്ന് ആടുകയും പാടുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് എന്താണ് പറഞ്ഞത്, ഞങ്ങളെല്ലാവരും ഒരേ ചരടിൽ ബന്ധിക്കപ്പെട്ടവരാണോ എന്ന് തോന്നും. ലഗാ ജൈസെ ഹം ജൈത്തൂൻ കി പത്യോം സെ സർസരാ രഹേ ഹേ, ജൈസെ ഹം അതുപോലെ തന്നെ ജൈത്തൂൻ മരത്തിൻ്റെ ഇലകൾ അവരുടെ ശരീരത്തിലേക്ക് കൊഴിഞ്ഞു വീഴുന്നുണ്ടായിരുന്നു. ഹമാര ആഖിരി പെർഫോം കോർഡോവാഡോ കെ നാം കെ ഏക് കമ്മ്യൂൺ കെ ഏക് കിലേ മേ ഹുവ. കില എന്ന് പറഞ്ഞ കോട്ട, ആഖിരി അവസാനം. കോർഡോവാഡോ എന്ന കമ്മ്യൂണിലെ ഒരു കോട്ടയിലായിരുന്നു ഞങ്ങളുടെ അവസാന പ്രകടനം. വഹാം ജാക്കർ മുജെ പതാ ചല, അവിടെ പോയപ്പോൾ എനിക്ക് അറിവ് ലഭിച്ചു, എനിക്ക് അവിടെ നിന്നും ഒരു അറിവ് കിട്ടി. എന്തായിരുന്നു അറിവ്? ഫിയാക്കോക്കെ അസലി മാലിക്, ഫിയാക്കോയുടെ അസലി യഥാർത്ഥ മാലിക് എൽഫി ആയിരുന്നു. ഫിയാക്കോയുടെ യഥാർത്ഥ യജമാനന്റെ പേര് എൽഫി എന്നായിരുന്നു. ഉൻകെ ബാദ് അബ് ഉൻകാ ബേട്ട എലിയ ഉസ്കാ ഗ്യാ രഖ്താ ഹെ, അദ്ദേഹത്തിന് ശേഷം ആ എൽഫിക്ക് ശേഷമാണ് ഇപ്പോൾ ഉൻകാ ബേട്ട അവരുടെ മകനായ എലിയ ഉൻകാ ഗ്യാൽ രഖ്താ ഹെ ഈ ഫിയാക്കോയെ പരിപാലിക്കുന്നത്. ഗ്യാൽ രഖ്ന പറഞ്ഞാൽ പരിപാലിക്കുക, മേൽനോട്ടം വഹിക്കുക. ഫിയാക്കോയുടെ മേൽനോട്ടം വഹിക്കുന്നത് ആരാണിപ്പോൾ? എലിയാണ്. എലിയയുടെ അച്ഛനായ എൽഫി ആയിരുന്നു ആദ്യം തന്നെ ഫിയാക്കോയെ പരിപാലിച്ചിരുന്നത്. എലിയ സമേത് സബി ലോക് ബഗീച്ചേമേ ചലേക്കി, എലിയ അടക്കം എല്ലാവരും പൂന്തോട്ടത്തിലേക്ക് പോയി. വഹാം ബീച്ച് മേം ഏക്ക് പേടുത, അവിടെ നടുക്ക് ഒരു മരമുണ്ടായിരുന്നു. ആ പൂന്തോട്ടത്തിൽ ഒരു ഒരു മരമുണ്ടായിരുന്നു. ബീച്ച് മേ ഇടയിൽ, ആ പൂന്തോട്ടത്തിൻ്റെ ഇടയിലായിട്ട് നടുക്കായിട്ട് ഒരു മരമുണ്ടായിരുന്നു. മുജേ ഇറ്റാലിയൻ ദോടി ബഹുത്ത് സി ആത്തി ഹെ, എനിക്ക് ഇറ്റാലിയൻ വളരെ കുറച്ചറിയാമായിരുന്നു. ബഹാം ലോക് കുച്ച് ഗംഭീർ ബാത്ത് കർത്തേ ദിഖ് രഹേ ദേ, അവിടെയുള്ള ആളുകൾ കുച്ച് ഗംഭീർ ബാത്ത്, എന്തോ ഒരു ഗംഭീരമായിട്ടുള്ള സംസാരം, അതായത് എന്തോ ഒരു ഗൗരവമായിട്ടുള്ള കാര്യം അവരവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. മുജേ കുച്ച് സമജ് നഹി ആ രഹാ താ, എനിക്ക് അത്ര കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. ഉസ് വക്ത് കിസിസെ പൂച്ച്ന ടീക്ക് ബി നഹി ലഗ, ആ സമയത്ത് ആരോടെങ്കിലും ചോദിക്കുക എന്നത് ശരിയായിരുന്നില്ല. സോ മേം ചുപ്ചാപ്പ് ഗഡാ രഹ, അതിനാൽ ഞാൻ നിശബ്ദനായി അവിടെ നിന്നു. ചുപ്ചാപ്പ് പറഞ്ഞ നിശബ്ദനായിട്ട് നിൽക്കുക. പഹലെ തോ ഉസ് പേട് കാ ചിത്ര ബനാനെ കാ മേരാ മൻ നഹീന്ത, പഹലെ പറഞ്ഞ ആദ്യം, ഉസ് പേട് ആ മരം, ചിത്ര ബനാനെ ചിത്രമുണ്ടാക്കുക, ആ മരത്തിൻ്റെ ചിത്രം വരയ്ക്കുക. മേരാ മൻ എൻ്റെ മനസ്സ് തയ്യാറായിരുന്നില്ല.
ആദ്യം എനിക്ക് ആ മരം വരയ്ക്കാൻ തോന്നിയില്ല. ആദ്യം തന്നെ എനിക്ക് ആ മരം വരയ്ക്കാൻ എൻ്റെ മനസ്സിന് തോന്നിയില്ല. മുജേ വോ കുച്ച് ഗാസ് നഹീം ലഗാത. എനിക്ക് അതിന് വലിയ പ്രത്യേകതയൊന്നും തോന്നിയില്ല. ഒരു മരം ഇങ്ങനെ പൂന്തോട്ടത്തിൽ നടുക്ക് നിൽക്കുന്നു, എനിക്കതിൽ വലിയ പ്രത്യേകതയൊന്നും തോന്നിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആ മരം വരയ്ക്കാനൊന്നും എൻ്റെ മനസ്സിൽ തോന്നിയില്ല. ബാദ് മേ പതാ ചലാ കി വഹ് പേട് ഉസ് ജഗഹ് കെ മാലികിനെ എൽഫി കി യാദ് മേ ലഗായാ താ. പിന്നീട് പതാചല എനിക്ക് അറിയാൻ സാധിച്ചു. വഹ് പേട് ആ മരം, ഉസ് ജഗഹ് കെ മാലിക് ആ സ്ഥലത്തിന്റെ മാലിക്കായിട്ടുള്ള, അതായത് ആ സ്ഥലത്തിന്റെ ഉടമ എൽഫി കി യാദമേം എൽഫിയുടെ ഓർമ്മയിൽ നട്ടു വളർത്തിയതാണ് ആ മരം. എൽഫിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി നട്ടു വളർത്തിയ മരമാണ് അത് എന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കി. എൽഫിക്കോ ഫിയാക്കോ ബുരീസ് ഹാലത്ത് മേ മിലാദ. ഈ ഫിയാക്കോ എന്ന് പറഞ്ഞ കഴുതയെ എൽഫിക്ക് അതിൻ്റെ ആരോഗ്യം ശരിയല്ലാത്ത സമയത്ത് ബുരീ ഹാലത്തുമേ മിലാദ, വളരെയധികം എന്താ പറയുക, ഗുരുതരമായിട്ടുള്ളൊരവസ്ഥയിലായി ആണ് ഫിയാക്കോയെ എൽഫിക്ക് കിട്ടിയത്. എൽഫീനെ ഉസ്കി ബെഡി തീമാർദാരി കർ ഉസേ തന്തുരുസ്ത് കിയ. എൽഫി അതിനെ ബെഡി തീമാദാരി കർ വളരെയധികം ശുശ്രൂഷ നടത്തിയിട്ട് വളരെ നന്നായിട്ട് പരിചരിച്ചിട്ട് തന്തുരുസ്ത് കിയ അതിനെ ആരോഗ്യമുള്ളതാക്കി, പരിചരിച്ച് അതിനെ ആരോഗ്യവാനാക്കി, തന്തുരുസ്ത് കിയ ആരോഗ്യവാനാക്കി. അബ് ഫിയാക്കോ 14 സാൽ കാ ഹെ. ഇപ്പോൾ ഫിയാക്കോക്ക് 14 വയസ്സായി. എത്ര വയസ്സായി ഫിയാക്കോക്ക്? 14 വയസ്സായി. എങ്ങനെയാണ് ഫിയാക്കോയെ കിട്ടിയത്? വളരെയധികം ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ, അതിന് ആരോഗ്യസ്ഥിതി ശരിയല്ലാത്തൊരു രീതിയിലാണ് ഫിയാക്കോയെ എൽഫിക്ക് കിട്ടുന്നത്. എൽഫി അതിനെ വളരെ നന്നായിട്ട് പരിചരിച്ചു, ആരോഗ്യവാനാക്കി. ഇപ്പോൾ ഫിയാക്കോക്ക് 14 വയസ്സായി. മേം ഉസ് പേട് കാ ചിത്ര ബനാനെ ലഗ. ഇതെല്ലാം അറിഞ്ഞപ്പോൾ ലേഖകൻ എന്ത് ചെയ്യാൻ തുടങ്ങി? ആ മരത്തിന്റെ ചിത്രം വരയ്ക്കാൻ തുടങ്ങി. തബി ഫിയാക്കോ ഗൂമുത്താ ഹുവ ഉസ് പേട് കെ സാമനെ ആ ഗയ. അപ്പോൾ ഫിയാക്കോ അതിന്റെ മുന്നിൽ ഇങ്ങനെ അലഞ്ഞു നടക്കാൻ തുടങ്ങി. തബി ഫിയാക്കോ, അപ്പോൾ ഫിയാക്കോ ഗൂമുത്താ ഹുവ അങ്ങനെ ചുറ്റിക്കറങ്ങി. ഗൂമിന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങുക, അങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കുക, വെറുതെ അലഞ്ഞു നടന്നുകൊണ്ട് പേട് കെ സാമനെ ആ ഗയ മരത്തിന്റെ അടുത്തേക്ക് വന്നു. മേനെ ഉസ്സേ ചിത്രമേ ഷാമിൽ കർ ദിയ. ഞാൻ അവനെയും ചിത്രത്തിൽ ഉൾപ്പെടുത്തി. മേനെ ഉസ്സേ അവനെയും ചിത്രമേ ഷാമിൽ കർ ലിയ ചിത്രത്തിൽ ഉൾപ്പെടുത്തി. പത്തിയാ ബനാനെ ലഗാത്തോ ഹൽക്കി ഹൽക്കി ബാലിഷ് ഹോനെ ലഗി. ഇലകൾ വരയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ, പത്തിയാം ഇലകൾ, ബനാനെ ലഗാത്തോ ഇലകൾ ഞാൻ നിർമ്മിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ, ഹൽക്കി ഹൽക്കി നേരിയ, ബാരിഷ് മഴ, ഹോനെ ലഗി നേരിയ ചെറിയ മഴ, ചാറ്റൽ മഴ ഉണ്ടാവാൻ തുടങ്ങി. മേനെ സ്കെച്ച് ബുക്ക് കോ ഗുലാ ചോട് ദിയ. ഞാൻ സ്കെച്ച് ബുക്ക് തുറന്നു തന്നെ വച്ചു. പത്തേ നെഹീം ബനായെ ഇലകൾ ഞാൻ വരച്ചില്ല, ഇലകൾ നിർമ്മിച്ചില്ല. ഞാൻ ഉണ്ടാക്കിയ ചിത്രത്തിലേക്ക് ഇലകൾ നിർമ്മിച്ചിട്ടില്ല. അതിനു മുമ്പേ എന്ത് ചെയ്യാൻ തുടങ്ങി? ചാറ്റൽ മഴ, ചെറിയ മഴ പെയ്യാൻ തുടങ്ങി. ഞാൻ സ്കെച്ച് ബുക്ക് തുറന്നു തന്നെ വെച്ചു, ഇലകൾ ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നില്ല. ബാരിഷ്നെ ജോ പത്തേ ബനായെ വഹി ഉസ് ചിത്രമേ ഹേ. മഴ ഉണ്ടാക്കിയ യാതൊരു രൂപത്തിലുള്ള ഇലകളാണോ മഴ ഉണ്ടാക്കിയത്, ആ ഇലകളാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത്. കണ്ടോ, ഇതാണ് ആ മരം, ഇലകൾ വരയ്ക്കാത്ത മരം. അതിന് താഴെ നമ്മുടെ ഫിയാക്കോ നടക്കുന്നുണ്ട്. ഫിയാക്കോയെ കൂടി ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇലകൾ വരച്ചിട്ടില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ ഇലകളുടെ സ്ഥാനത്തൊക്കെ കണ്ട ചെറിയ ചെറിയ ഡോട്ട് പോലെ അവിടെ ഇവിടെയൊക്കെ ഓരോ പുള്ളി കാണുന്നില്ലേ, മഴത്തുള്ളി പോലെ. ഈ മഴത്തുള്ളികളാണ് ഇതിൻ്റെ ഇലകളായിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. ബാരിഷ്നെ ജോ പത്തേ ബനായെ വഹി ഇസ് ചിത്രമേ ഹേ. മഴ ഉണ്ടാക്കിയ ഇലകൾ, യാതൊരു ഇലകളാണോ മഴ ഉണ്ടാക്കിയത്, ആ ഇലകളാണ് ഈ ചിത്രത്തിലുള്ളത്. ഇത് ലേഖകൻ വരച്ചതല്ല. മഴ കാരണം ഉണ്ടായിട്ടുള്ള ഇലകൾ പോലെയുള്ള പുള്ളികൾ കണ്ടോ, ഇതാണ് ഈ ചിത്രത്തിലുള്ള ഇലകൾ എന്നാണ് പറഞ്ഞത്. വോ ഏകദം ജാദുയി പൽദ. അതൊരു വളരെ മാന്ത്രിക നിമിഷമായിരുന്നു. അത് പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് മരം വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഇലകൾക്ക് വേണ്ടിയിട്ടൊരു പെട്ടെന്നൊരു മഴ പെയ്യുക, അതെന്തായിരുന്നു? ഒരു മാന്ത്രിക നിമിഷമായിരുന്നു.
പൽ പറഞ്ഞ നിമിഷം. മേനെ ഐസാ ചിത്ര പഹലെ കബി നഹി ബനായാത, ഞാൻ ഇങ്ങനെ ഒരു ചിത്രം മുമ്പ് ഒരിക്കലും ഞാൻ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇസ് ചിത്ര കോ ഹമാരി പൂരി യാത്രാ കി ഇത്തേഹാ കി തരഹ് മാനിയേ, ഞങ്ങൾ ഇങ്ങനെ ഒരു മാന്ത്രിക നിമിഷത്തിൽ ഇതുപോലെയുള്ളൊരു ചിത്രം ഞാൻ ഇതിനു മുമ്പ് വരച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഈ പെയിൻറ്റിങ് ഞങ്ങളുടെ മുഴുവൻ യാത്രയുടെയും പര്യവസാനമായി കണക്കാക്കുക. യാത്രാക്കി ഇത്തേഹാക്കി തരഹ്മാനിയെ, ഇത് ഞങ്ങളുടെ മാനാണ് അംഗീകരിക്കുക എന്നുള്ള അർത്ഥം. ഞങ്ങളുടെ യാത്രയുടെ മുഴുവൻ യാത്രയുടെയും പര്യവസാനമായിട്ട് കണക്കാക്കുക. ഉസ് ഷാം കാ പെർഫോമൻസ് ജബർദസ്ത് താ. ജബർദസ്ത് എന്ന് പറഞ്ഞാൽ മഹത്തായ. ആ വൈകുന്നേരത്തെ പ്രകടനം വളരെ അതിശയകരമായതായിരുന്നു, വളരെ അത്ഭുതകരമായ മഹത്തായതായിരുന്നു. സബ് ഖുശ് തേ, എല്ലാവരും സന്തോഷത്തിലായിരുന്നു. ഇസ് യാത്രാനെ ഹമേ ഇത്തനെ പ്യാരെ ദോസ്ത് ദിയേ ദേ, ഈ യാത്ര ഞങ്ങൾക്ക് ഇത്രമാത്രം നല്ല സ്നേഹമുള്ള പ്യാരെ ദോസ്ത്, സ്നേഹമുള്ള ഫ്രണ്ട്സിനെ നൽകി. ഈ യാത്ര ഞങ്ങൾക്ക് വളരെയധികം സ്നേഹമുള്ള ഫ്രണ്ട്സിനെ നൽകി. ഹംനെ ജാനാക്കി, ഞങ്ങൾ മനസ്സിലാക്കി. ഹംനെ ജാന, ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റി, ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി. സബ് മിൽക്കർ അഗർ വോ കരേം ജിസ്മേ ഉൻകാ ദിൽ ധടക്താ ഹെ, എല്ലാവരും ചേർന്നിട്ട്, സബ് മിൽക്കർ, എല്ലാവരും ചേർന്ന് അവരുടെ മനസ്സിന് ഇണങ്ങിയത്, അവരുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടത് എല്ലാവരും ചേർന്നിട്ട് അവരുടെ ഹൃദയം ആഗ്രഹിക്കുന്നത് ചെയ്യാം. സബ് മിൽക്കർ, എല്ലാവരും ചേർന്ന്, വോ കരേം ജിസ്മേ ഉൻകാ ദിൽ ധടക്താ ഹെ, എന്തിലാണോ അവരുടെ ഹൃദയം ആഗ്രഹിക്കുന്നത്, ഏത് പെർഫോമൻസ് കാഴ്ചവെക്കാനാണോ അവരുടെ ഹൃദയം ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹിക്കുന്ന കാര്യം ചെയ്യുകയും അതുപോലെ തന്നെ ഉസേ ലോകോം സേ സാഞ്ചാ കർത്തേ ചലേം തോ, അത് മറ്റുള്ളവരുമായി പങ്കുവെക്കുകയും, ലോകം പറഞ്ഞാൽ മറ്റു ജനങ്ങളുമായിട്ട്, സാഞ്ചാ കർണ പങ്കുവെക്കുക, പങ്കുവെച്ചുകൊണ്ട്, ചലേം തോ പങ്കുവെക്കുകയും ചെയ്യുകയാണെങ്കിൽ, ദുനിയാ കിത്തനി ഖൂബ്സൂരത് ഹോ ജാത്തി ഹൈ, ലോകം എത്രമാത്രം മനോഹരമായിരിക്കും. ഒന്നുകൂടെ പറയാം, എല്ലാവരും ഒത്തുചേർന്ന് അവരുടെ ഹൃദയം ആഗ്രഹിക്കുന്നത് ചെയ്യുകയും അത് മറ്റുള്ളവരുമായി പങ്കുവെക്കുകയും ചെയ്താൽ ലോകം എത്ര മനോഹരമാകുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഇസ് യാത്രാസേ മുജ്മേ കയി ബദലാവ് ആയേ ഹേ, ഈ യാത്ര കൊണ്ട് എനിക്ക്, മുജ്മേ എന്നിൽ, കയി ബദലാവ് പറഞ്ഞ മാറ്റം, പല മാറ്റങ്ങളും വന്നു. ഈ യാത്ര കൊണ്ട് എന്നിൽ നിരവധി മാറ്റങ്ങൾ വന്നു, നിരവധി മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു യാത്രയായിരുന്നു ഇത്. മേരാ യക്കീൻ ബടാ ഹേ, जो चीज मुझे पसंद है मुझे वही करते रहना चाहिए, എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നത് തുടരണമെന്ന എൻ്റെ വിശ്വാസം. യക്കീൻ പറഞ്ഞ വിശ്വാസം. മേരാ യക്കീൻ, എൻ്റെ വിശ്വാസം, ബഡ വർദ്ധിച്ചു. മേരാ യക്കീൻ ബഡ, എൻ്റെ വിശ്വാസം വർദ്ധിച്ചു. എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നത് തുടരണമെന്ന എൻ്റെ വിശ്വാസത്തെ അത് ശക്തിപ്പെടുത്തി, ആ വിശ്വാസത്തെ അത് യക്കീൻ ബഡ, ആ വിശ്വാസം വർദ്ധിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. ജബ് ഹം ധീരെ ചലത്തെ ഹെ എന്ന ചാപ്റ്റർ ഉള്ളത്, എല്ലാവരും ചാപ്റ്റർ നന്നായിട്ട് വായിക്കുക, മീനിങ് മനസ്സിലാക്കിക്കൊണ്ട് വായിക്കുക, പഠിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മീനിങ് ആണ് അടുത്ത ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്, ഫുൾ മീനിങ്. പിന്നെ 1 വേർഡ് ക്വസ്റ്റ്യൻ ഇതിൽ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു 1 വേർഡ് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. അപ്പം ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. തീർച്ചയായിട്ടും ക്ലാസ് കാണണം, എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറന്നു പോകരുതേ.